അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഈ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അനന്തരം ഇവരത് നിഷേധിച്ച് കളയുന്നു, അഥവാ നന്ദികേട് കാണിക്കുന്നു. അവരിലധികം ആളുകളും സത്യം അംഗീകരിക്കാൻ സന്നദ്ധയില്ലാത്തവർ ആണ്. അനുഗ്രഹ നിഷേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രവർത്തന രംഗമാണ്. ഈ അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് നൽകിയത് അള്ളാഹുവാണെന്ന വസ്തുത മക്കയിലെ കാഫിറുകൾ നിഷേധിച്ചിരുന്നില്ല. പക്ഷേ ഇതെല്ലാം അള്ളാഹു നൽകിയത് അവരാരാധിച്ചു കൊണ്ടിരിക്കുന്ന ബിംബങ്ങളുടെയും മഹാന്മാരുടെയും ദേവതകളുടെയും ഇടപെടൽ മൂലമെന്നായിരുന്നു അവരുടെ വിശ്വാസം. അതുകൊണ്ടായിരുന്നു ഈ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതോടൊപ്പം അള്ളാഹുവിനുള്ളതിനേക്കാൾ കൂടുതലായി ഈ മധ്യവർത്തികൾക്ക് അവർ നന്ദി ചെയ്തിരുന്നു. ഈ പ്രവർത്തനത്തെയാണ് അള്ളാഹു അനുഗ്രഹ നിഷേധമെന്നും നന്ദി കേടെന്നും സത്യനിഷേധമെന്നൊക്കെ വിവരിച്ചിരിക്കുന്നത്. മറ്റൊരു സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല വളരെ വ്യക്തമായൊരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ഒരു പിടി വൈക്കോലും അല്പം വെള്ളവും കൊടുത്തതിൻ്റെ പേരിൽ അതിൻ്റെ യജമാനന് വേണ്ടി ജീവത്യാഗം വരിക്കാൻ തയ്യാറാകുന്ന കുതിരയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണ്. നല്ല ഒരു ഉപമയാണ് ഇത്. വളരെ ചെറിയൊരു സൂറത്തിൽ വളരെ ഭംഗിയായി മനുഷ്യൻ്റെ ഈ നന്ദികേടിനെയും ധിക്കാരത്തെയും അള്ളാഹു അവിടെ വിവരിക്കുന്നുണ്ട്. അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.